മെയ് 1 ലാലേട്ടൻ്റെ ചോട്ടാ മുംബൈ എന്ന സിനിമ റിലീസിനൊരുങ്ങുകയാണല്ലോ. കോട്ടയം അഭിലാഷ് തിയേറ്ററിൽ മെയ് 21 സ്പെഷ്യൽ ഫാൻ ഷോ വയ്ക്കുന്നുണ്ട്. ഫാൻ ഷോ ബുക്കിങ്ങും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. തുടരും സിനിമയുടെ പ്രൊമോ സോങ്ങായ കൊണ്ടാട്ടം സോങ് ഇന്ന് വൈകിട്ട് 6 മണിക്ക് റിലീസ് ചെയ്യുകയാണ്. സോങ് കേൾക്കാനും ലാലേട്ടൻ്റെ ഡാൻസ് നമ്പർ കാണാനായിട്ടും കാത്തിരിക്കാം. എമ്പുരാന് ശേഷം പൃഥ്വിരാജും ലാലേട്ടനും ഒന്നിക്കുന്ന പുതിയൊരു സിനിമ കൂടി വരാൻ പോകുന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്തവണ ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് ഒരു കംപ്ലീറ്റ് എൻ്റർടൈനർ സിനിമയാണ് സംവിധാനം ചെയ്യാൻ പോകുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു സിനിമയ്ക്ക് ശേഷമായിരിക്കും L3 അസ്രായേൽ എന്ന സിനിമ സംഭവിക്കാൻ പോകുന്നത്. തുടരും സിനിമയുടെ 4 ദിവസത്തെ കേരള കളക്ഷനും വേൾഡ് വൈഡ് കളക്ഷനും എത്രയാണെന്ന് നോക്കാം. കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം 5 കോടി 10 ലക്ഷവും, രണ്ടാം ദിനമായ ശനിയാഴ്ച 7 കോടിയും, മൂന്നാം ദിനമായ ഞായറാഴ്ച 8 കോടി 20 ലക്ഷവും, നാലാം ദിവസം തിങ്കളാഴ്ച 6 കോടി 85 ലക്ഷം. അങ്ങനെ സിനിമയുടെ 4 ദിവസത്തെ കേരള കളക്ഷൻ 27 കോടി 15 ലക്ഷം. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം വെള്ളിയാഴ്ച 17 കോടി 18 ലക്ഷം, രണ്ടാം ദിനം ശനിയാഴ്ച 25 കോടി 90 ലക്ഷം, മൂന്നാം ദിനം ഞായറാഴ്ച 26 കോടി 15 ലക്ഷം, നാലാം ദിനം തിങ്കളാഴ്ച 13 കോടി 90 ലക്ഷം. അങ്ങനെ സിനിമയുടെ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 83 കോടി 15 ലക്ഷമാണ്. ഇന്നലെ 5-ാം ദിവസം ചൊവ്വാഴ്ച സിനിമയ്ക്ക് 12 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ ഉണ്ടാകുമെന്നാണ് മൂവി ട്രാക്കേഴ്സ് പറയുന്നത്. അപ്പോൾ തുടരും സിനിമയുടെ 5 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 95 കോടിക്ക് മുകളിലായിരിക്കും. അതുപോലെ ഇന്നത്തെ കളക്ഷനോട് കൂടി തുടരും സിനിമ 100 കോടി ക്ലബിലും ഇടം നേടും. അങ്ങനെ എമ്പുരാന് ശേഷം ലാലേട്ടൻ്റെ ഈ വർഷത്തെ രണ്ടാമത്തെ 100 കോടി ക്ലബിൽ ഇടം നേടുന്ന സിനിമയാണ് തുടരും. തുടരും സിനിമയുടെ ഇതുപോലെയുള്ള കൂടുതൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.